ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗ്രേപ്സ് പൊതുവേ ഇഷ്ടമുള്ളവർക്ക്, ചിലവർക്ക് ഗ്രേപ്സ് കഴിക്കാൻ പറ്റില്ല. കഫ്, കോൾഡ്, ത്രോട്ട് ഇൻഫെക്ഷൻ ഇതൊക്കെ വരാറുണ്ട് ഗ്രേപ്സ് കഴിച്ചാൽ. എനിക്ക് ഗ്രേപ്സ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ അത് വരാതിരിക്കാനായിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളിൽ പലരും അറിയാവുന്നവരായിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു സിമ്പിൾ ഹോം മെയ്ഡ് ഗ്രേപ്പ് സ്ക്വാഷ് റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഡയറക്റ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതിന് പകരം ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ത്രോട്ട് ഇൻഫെക്ഷനും കഫും കോൾഡൊന്നും വരാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 kg ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ വാട്ടറും 1/2 kg ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുകയാണ്. ഗ്രേപ്പ് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബ്ലാക്ക് കളർ ഗ്രേപ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഗ്രേപ്പ് സ്ക്വാഷ് നിങ്ങൾക്കൊരു 2 months വരെ ഷുവറായിട്ടും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രീസറല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേപ്സും വെള്ളവും ഷുഗറും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 20 minutes ഇത് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്തതിന് ശേഷം ഇതൊരു ഷുഗർ സിറപ്പിന് കൺസിസ്റ്റൻസി വരണം. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരുന്നവരെ നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊരു 20 minutes ഇത് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളവും ആ ഗ്രേപ്സും എല്ലാം കൂടെ നല്ലപോലെ ബോയിലായി കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി. അപ്പോൾ ഞാനെടുത്ത ഗ്രേപ്സിൻ്റെ കളറ് കുറച്ച് കുറവായതുകൊണ്ട് എൻ്റെ സ്ക്വാഷിനും കളറ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കുക്ക് ചെയ്തതിന് ശേഷം ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാവുള്ളൂ. എനിക്ക് ഏകദേശം ഒരു 2.5-3 liters എനിക്ക് ഗ്രേപ്പ് സ്ക്വാഷ് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലാണ് ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു റെസിപ്പി കാണിക്കുന്നത് സിമ്പിളായിട്ട് ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സമൂസ റെസിപ്പിയാണ്. ഈ സമൂസയൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് പിന്നെ അത് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ലേറ്റ് ആവും അല്ലേ. അപ്പോൾ ഇതും കൂടെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇഫ്താർ സ്നാക്സിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. അത് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ സമൂസ ഷീറ്റ് എപ്പോഴും സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, പൗഡറായിട്ടുള്ളൊരു സൈഡ് ഉണ്ടാവും. ആ സൈഡ് വേണം അകത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ഓണിയനും സെയിം ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടും ആഡ് ചെയ്ത് ഓണിയനിൽ സോട്ട് ചെയ്തതാണ്. ഇഫ്താർ സ്നാക്സ് എപ്പോഴും സ്പൈസ് കുറച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരു പരിധി വരെ ഗ്യാസും അസിഡിറ്റിയും ഒക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓയിലി ഫുഡെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ക്രേവിങ്സ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചുകൂടെ അത് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിൽ ഇതുപോലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ല ഹീറ്റ് വന്നതിന് ശേഷം നിങ്ങൾ സിമ്മാക്കിയതിന് ശേഷം വേണം നിങ്ങൾ കുറച്ച് നേരം ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ പുറത്ത് കുക്കാവും, അകത്ത് കുക്കാവില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.